സർ, നമുക്ക് ഈ അടിയന്തരമായിട്ട് മാറ്റേണ്ടുന്ന ആളുകളെയൊക്കെ അവിടുന്ന് മാറ്റി കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ UPS ഒരു ഫയർ വന്നതാണ്. സ്മോക്കാണ് കൂടുതലുള്ളത്. ആർക്കും പ്രത്യേകിച്ച് അപകടാവസ്ഥകളൊന്നും തന്നെ ഇല്ല. പേഷ്യൻസിനെ പുറത്തോട്ട് മാറ്റാനായിട്ട് ഇൻസ്ട്രക്ട് ചെയ്തിട്ടില്ല. പേഷ്യന്റിനെ എല്ലാം തന്നെ നമുക്ക് NMCHന്റെ മെയിൻ ബിൽഡിങ്ങിലേക്ക് മാറ്റാനായിട്ടാണ് എല്ലായിടത്തും ഇൻസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് ആവശ്യത്തിന് സൗകര്യമുണ്ട്. അവിടെ വാർഡ് വേറെ തന്നെ ഇവാക്യുവേറ്റ് ചെയ്തിട്ട് ഈ പേഷ്യൻസിനെ കെടുത്താനും ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് മാറ്റേണ്ടവരെ അവിടെ മാറ്റാനും എല്ലാ സംവിധാനങ്ങളും അവിടെ റെഡിയാണ്. പുറത്തേക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യങ്ങളില്ല. പിന്നെ ഒരു രോഗി അവിടെ മരിച്ചു എന്നുള്ളൊരു വാർത്ത അത് കേട്ടു, പക്ഷെ അത് ശരിയല്ല. അത് കാര്യം എന്താ വെച്ചാൽ രോഗി ഓൾറെഡി ഡെത്ത് ആയിട്ട് വന്നിട്ടുള്ള പേഷ്യന്റ് ആണ്. അല്ലാതെ ഈ ഒരു സിറ്റുവേഷനുമായിട്ട് യാതൊരു ബന്ധമുള്ള ഒരു അവസ്ഥയല്ല അത്. അപ്പൊ ബാക്കി അവിടെ രക്ഷാകാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഫയർഫോഴ്സും ഇലക്ട്രിക്കലും ഡോക്ടർമാരും എല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് പുറത്തുകൊണ്ട് മാറ്റേണ്ട കാര്യങ്ങളില്ല. നമ്മുടെ ബിൽഡിങ്ങിൽ തന്നെ NMCHലേക്ക് മാറ്റാൻ യാതൊരു പ്രയാസവും ഇല്ല. അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പുക ശ്വസിച്ചത് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഇല്ല, പ്രത്യേകിച്ച് ആർക്കും ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ അപകടാവസ്ഥകൾ ആർക്കും ഉണ്ടായിട്ടില്ല. എങ്ങനെയാണ് പുക ഉയർന്നതിനെ സംബന്ധിച്ച് ഒരു നിഗമനം നിങ്ങൾക്കിപ്പോ എന്താണ്? അത് UPS അവിടെ ഫയർ വന്നിട്ടുള്ളതാണ്. ഷോർട്ട് സർക്യൂട്ട് ആണെന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രാഥമിക നിഗമനം. ആ സ്മോക്ക് ഇവാക്യുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ കണ്ടിന്യൂയിങ് ഫയർ ഇല്ല. അതുകൊണ്ട് തന്നെ ആ സ്മോക്ക് ഇവാക്യുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇമ്മീഡിയറ്റ് ആയിട്ട് തീരുമാനം എടുക്കാവുന്നതാണ്. അതിനെല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എത്രമാത്രം രോഗികൾ അവിടുന്ന് മാറ്റിയിട്ടുണ്ട്? എപ്പോഴേക്കും ഇത് ഒരു ശാന്തമാവുന്ന അവസ്ഥയിലേക്ക് അവരെ തിരികെ കൊണ്ടുവരാനാവും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്? അതിപ്പോ പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ സ്മോക്ക് അവിടെ ഉള്ളതുകൊണ്ട് കുറച്ച് സമയത്തേക്ക് പേഷ്യൻസിനെ അവിടെ കിടത്താൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം മറ്റു വാർഡുകളിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നാളെ കാലം നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനനുസരിച്ച് തീരുമാനം എടുക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. 1 മണിക്കൂർ നേരമായി പുക വ്യാപിച്ചിട്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്ര നേരമായിട്ടും അതൊന്ന് ശാന്തമാക്കാനാവുന്ന അവസ്ഥയാവുന്നില്ലേ? ഫയർഫോഴ്സിന്റെ 2-3 യൂണിറ്റ് അവിടെ വന്നിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ശരി. ശ്രീജയൻ മെഡിക്കൽ സൂപ്രണ്ടാണ് സംസാരിച്ചത്. അദ്ദേഹം പറയുന്ന അനുസരിച്ച് ഒരാളെയും മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടില്ല. നേരത്തെ കൗൺസിലർ നമ്മളോട് പറഞ്ഞത് ബേബി മെമ്മോറിയലിലേക്കും ബീച്ച് ആശുപത്രിയിലേക്കൊക്കെ രോഗികളെ മാറ്റുന്നു എന്നാണ്. പക്ഷേ അങ്ങനെ സമീപത്തെ ആശുപത്രികളിലേക്കല്ല, മെഡിക്കൽ കോളേജിൻ്റെ തന്നെ മറ്റു വാർഡുകൾ, മറ്റു കെട്ടിടങ്ങളുണ്ട്, അവിടെ ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. ആ കെട്ടിടങ്ങളിലേക്കാണ് രോഗികളെ മാറ്റുന്നത്. ഈ പുക പൂർണ്ണമായും അടങ്ങിയതിനു ശേഷം മാത്രമേ തിരികെ ഇങ്ങോട്ടേക്ക് എത്തിക്കൂ. പിന്നെ മറ്റു ചില തരത്തിലുള്ള മറ്റു വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വാർത്തകളൊന്നും സത്യമല്ല എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. ഒരാൾ മരിച്ചു എന്ന തരത്തിൽ വാർത്തകളൊക്കെ പ്രചരിക്കുന്നു, അതല്ല എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പക്ഷേ ഇപ്പോഴും അവിടെ പുക നിയന്ത്രിക്കാനുള്ള ശ്രമം അവിടെ തുടരുന്നു എന്നുള്ളതാണ്. ഷോർട്ട് സർക്യൂട്ട് തന്നെയാണെന്നുള്ളതാണ് അദ്ദേഹവും നമുക്ക് പ്രാഥമികമായി നൽകുന്ന വിവരം.